എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അക്കൗണ്ട്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അക്കൗണ്ട്സിന്റെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സിന്റെ അടിത്തറ അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആ ക്ലാസ് പോയിട്ട് കാണുക. എന്നതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണാം. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അത് കാണാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്ന് സ്പീഡിലൊന്ന് പറയാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ആലീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ആലീസ് എന്താ ആലീസ് ഉദ്ദേശിച്ചത്? നമ്മൾ A4 എല്ലാവരും കണ്ടവർക്കൊക്കെ അറിയണ്ടാവും. എന്തായാലും നിർബന്ധമായിട്ടും കഴിഞ്ഞ ക്ലാസ് കാണാം. കാരണം നമ്മൾ ബേസിക് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും റൂൾസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ക്ലാസ് കറക്റ്റ് ഫോളോ ചെയ്ത് പഠിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? എ അസെറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെറ്റ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? എൽ എന്ന് പറഞ്ഞാല് ലാബിലിറ്റി ആണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണാം. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് അസെറ്റ്, എന്താണ് ലാബിലിറ്റി, എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസ് മുതൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എ എന്ന് പറഞ്ഞാൽ അസെറ്റ്, എൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി, ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ഐ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? സി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. ലാസ്റ്റ് വൺ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5. ഇതാണ് നമ്മുടെ അക്കൗണ്ട്സിന്റെ അടിത്തറ. അക്കൗണ്ട്സിന്റെ അടിത്തറയാണ് എന്ത്? ഈ ഒരു ആലീസ്. ഈ ഒരു ആലീസ് അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് അക്കൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് ക്രെഡിറ്റും റൂൾസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണണം, ആലീസ് എന്താന്ന് അറിയണം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കാണാം. ഇന്ന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടി പോവാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബേസിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സാമ്പിളിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഗോൾഡൻ റൂൾസിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നേരെ നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് പോവാം. ക്ലാസ് പോയി കാണാം, കഴിഞ്ഞ ക്ലാസ് കാണാം, എന്നിട്ട് ഇന്നത്തെ ക്ലാസ് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മുടെ ബോർഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ വേണ്ടി പോവാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വേറെ എങ്ങോട്ടേക്കും മൈൻഡ് വെക്കണ്ട, ഇങ്ങോട്ടേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് സാലറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്, ഒന്നുകൂടി നിങ്ങൾ കണ്ടോ? സാലറി പെയ്ഡ് ബൈ ക്യാഷ്. അപ്പൊ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടി, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ അകത്തുള്ള 2 അക്കൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കുക? ഐഡന്റിഫൈ ചെയ്യാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്. 2 അക്കൗണ്ട് ഏതാണ് ഇതിന്റെ അകത്ത് വരുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ട്രാൻസാക്ഷൻ മനസ്സിലാക്കുക. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇതിന്റെ മീനിങ് എന്താ? നമ്മൾ എന്ത് കൊടുത്തു? സാലറി കൊടുത്തു. എന്തായിട്ടാ സാലറി കൊടുത്തത്? ക്യാഷ് ആയിട്ടാണ് നമ്മൾ സാലറി കൊടുത്തത്. അപ്പൊ നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാലറി എന്തായിട്ട് കൊടുത്തു? ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. അതായത് നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരാളെ ഓണറുടെ ഭാഗത്തുനിന്നോ നിങ്ങളുടെ ഭാഗത്തുനിന്നോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ബിസിനസിന്റെ ഭാഗത്ത്. ഓക്കെ, അങ്ങനെ ബിസിനസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, ബിസിനസിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ട്രാൻസാക്ഷൻ സാലറി പെയ്ഡ് ബൈ ക്യാഷ്. നമ്മൾ എന്ത് കൊടുത്തു? സാലറി കൊടുത്തു. എന്തായിട്ടാ കൊടുത്തത്? സാലറി ക്യാഷ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു അക്കൗണ്ട് ക്യാഷ് ആണ്, മറ്റൊരു അക്കൗണ്ട് നമ്മൾ എന്താ കൊടുത്തത്? സാലറി ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയാല് നമ്മുടെ അക്കൗണ്ടന്റ് ആണ്. നമ്മൾ എഴുതി വെക്കണം എങ്ങനെയാണ് ക്യാഷ് പോയത്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിലത്തെ ചെലവെടുക്കാണ്. അപ്പൊ ഒരു ദിവസത്തെ ചെലവെടുക്കാണ്, ക്യാഷ് പോയി. എങ്ങനെ പോയി നമ്മൾ എഴുതി വെക്കും, ബുക്കിൽ എഴുതുകയാണ്. എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഓരോ ദിവസത്തെ ചെലവ് എഴുതി വെക്കുമ്പോൾ, സാധനങ്ങൾ വാങ്ങിയ വകയിൽ ഇത്ര പോയി, വീടിന്റെ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു ഇത്ര പൈസ പോയി, വീട്ടിൽ റെന്റ് കൊടുത്തു ഇത്ര പൈസ പോയി. ഇതൊക്കെ നമ്മൾ ബുക്കിനകത്ത് എഴുതി വെക്കൂലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട്സിന്റെ കാര്യം. നമ്മൾ എഴുതി വെക്കാണ്. സാലറി ആയിട്ട് നമ്മൾ കൊടുത്തു, എന്ത് കൊടുത്തു?
ക്യാഷ് കൊടുത്തു. എത്രയാണെന്ന് ഞാനവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ സാലറിയാണ് കൊടുത്തത്, ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് സാലറിയും ഒന്ന് എന്തുമാണ്, ക്യാഷുമാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, സൈഡില് ഇതൊന്ന് എഴുതി വെക്കുക, ആലീസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ആലീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അപ്പൊ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ രണ്ട് അക്കൗണ്ട് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ട് അക്കൗണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആലീസ് എന്നതിന്റെ അകത്ത് ഏത് ഗ്രൂപ്പിലാണ്, അപ്പൊ നമുക്ക് ഈ ആലീസിന്റെ ഗ്രൂപ്പ് എന്ന് പറയാം. അസറ്റ് ഒരു ഗ്രൂപ്പാണ്, ലാബിലിറ്റി ഒരു ഗ്രൂപ്പാണ്, ഇൻകം ഒരു ഗ്രൂപ്പാണ്, ക്യാപിറ്റൽ ഒരു ഗ്രൂപ്പാണ്, എക്സ്പെൻസ് ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് അക്കൗണ്ടും ആലീസിന്റെ അകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരിക, അപ്പൊ ഗ്രൂപ്പാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആലീസിന്റെ അകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ വന്നത് സാലറിയാണ്. സാലറി എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള ക്യാഷ് പോവാണ്. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷ് പോവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ബിസിനസിനെ സംബന്ധിച്ച് ഇതൊരു എക്സ്പെൻസ് അല്ലേ. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോവാണ്. അങ്ങനെ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്, ഒരു ചെലവാണ്. നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ സാലറി എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ആലീസിനകത്ത് ഏതിലാണ് വരിക, ഈയിലാണ് എന്ത് വരിക, സാലറി. അപ്പൊ നമ്മുടെ ക്യാഷോ, നിങ്ങളതൊന്ന് ആലോചിച്ചു. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ 1000 രൂപ ഉണ്ട്, നിങ്ങളെ ക്യാഷ് പേഴ്സിൽ ഒരു 1000 രൂപ ഉണ്ട്. ആ ക്യാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഒരു എന്തായിരിക്കും ക്യാഷ്, ഒരു അസറ്റാണ്. ശരി, ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ക്യാഷിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട, ക്യാഷോ ബാങ്ക് കണ്ടാൽ അതൊരു അസറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പൊ ക്യാഷ് എപ്പോഴും, ക്യാഷ് പോയിക്കോട്ടെ വന്നോട്ടെ എന്തും ആയിക്കോട്ടെ, ക്യാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, അസറ്റാണ്. അത് മറന്നു പോയത് കേട്ടോ. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഒരു അസറ്റാണ്. അപ്പൊ ക്യാഷിന് നമ്മൾ എന്തായിട്ട് എടുക്കുക, അസറ്റ്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ മെയിൻ ഡ്യൂട്ടി കഴിഞ്ഞു. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എഴുതാൻ പോവാണ്. നോക്കിക്കോട്ടെ നിങ്ങൾ, റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. എന്താണ് എഴുതി ഞാനിവിടെ, റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ സാലറി പെയ്ഡ് ബൈ ക്യാഷ്, പക്ഷെ ഇവിടെ വന്നത് എന്താ, റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ ഈ ഒരു പെയ്ഡും റിസീവ്ഡും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്താണ് പെയ്ഡ്? പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ, പേ ചെയ്യുക, നമ്മൾ കൊടുക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്തു, ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു, ക്യാഷ് പോയി. റെന്റ് പേ ചെയ്തു, റെന്റ് അടച്ചു, റെന്റ് ക്യാഷ് ചെക്ക് പോയി. അപ്പൊ പേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുകയാണ്, പെയ്ഡ് ആണ്. പേയ്മെന്റ് എന്ന് പറയും നമ്മൾ, പെയ്ഡ്. പക്ഷെ ഇവിടെ റിസീവ്ഡ് ആണ്, റിസീവ് ചെയ്യുക, നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുക. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുക, നമ്മൾ റിസീവ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയതാണ്, റെന്റ് കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തായാലാണ് അവിടെ വന്നതാണ്. കാരണം ഇവിടെ റിസീവ് ചെയ്തതാണ്. റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പൊ ക്യാഷ് നമുക്ക് കിട്ടി. എന്തായിട്ടാണ് ക്യാഷ് കിട്ടിയത്, റെന്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ക്യാഷ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായിരുന്നു നമുക്ക് ക്യാഷ് കിട്ടിയത്, റെന്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സാലറി കൊടുത്തതായതുകൊണ്ട് നമുക്കൊരു ചെലവായിരുന്നു. പക്ഷെ ഇവിടെ റെന്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയതാണ്, ക്യാഷ് വന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ, റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്, രണ്ട് അക്കൗണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒന്ന് നമുക്ക് കിട്ടി, ക്യാഷ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് എന്താണ്, ക്യാഷ് ആണ്, ക്യാഷ് അല്ലേ വന്നത്. അടുത്ത അക്കൗണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കിട്ടിയത് എന്താ, റെന്റ് ആണ് നമുക്ക് കിട്ടിയത്. റെന്റ് കിട്ടിയത് കൊണ്ട് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താവും, ആലീസിനകത്തുള്ള ഇൻകം ആണ്, അതായത് ഐ ആണ് വരിക. കാരണം നമുക്ക് കിട്ടിയതാണ്. ഇവിടെ റെന്റ്, ഈ റിസീവിന് പകരം റെന്റ് പെയ്ഡ് ആയിരുന്നുവെങ്കിൽ, റിസീവിന് പകരം റെന്റ് പെയ്ഡ് ആയിരുന്നുവെങ്കിൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്തായി മാറുമായിരുന്നു,
എക്സ്പെൻസ് ആയി മാറും. റെന്റ് കൊടുത്തതാണെങ്കിൽ നമുക്ക് ചെലവാകുകയായിരുന്നു. പക്ഷെ ഇവിടെ എക്സ്പെൻസ് പെയ്ഡ് അല്ല, റിസീവ് ആണ്. അതുകൊണ്ട് എക്സ്പെൻസ് അല്ല, റെന്റ് കിട്ടിയത് കൊണ്ട് റെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. പക്ഷെ ക്യാഷ് എപ്പോഴും ആലീസിന്റെ അകത്ത്, ഇതിന്റെ അകത്ത് ക്യാഷ് എപ്പോഴും എന്താണ്, ഒരു അസറ്റ് ആണ്. അപ്പൊ ക്യാഷ് എപ്പോഴും ആലീസിന്റെ അകത്തുള്ള എന്താണ്, അസറ്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു സാലറി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഏത് എക്സ്പെൻസും, ഏതിപ്പോ റെന്റ് കൊടുത്തു, സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെലവാണ്. അപ്പൊ കമ്മീഷൻ ആയിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, എക്സ്പെൻസ് ആണ്. ഇനി റെന്റ് കിട്ടി, റിസീവ്, കമ്മീഷൻ റിസീവ്ഡ്, ബ്രോക്കറേജ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയതാണ്. അതൊരിക്കലും എക്സ്പെൻസ് അല്ല. അതെന്താണ് വരിക, ഒരു ഇൻകം ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതാണ് ആലീസ് പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അസറ്റ്, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ പോയി കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, മുമ്പേ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. അത് നമ്മളിപ്പോ നിങ്ങൾ നോക്കാം. മെഷീനറി purchased by cash. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിൽ എന്ത് എഴുതി വെക്കുക, LIC, ആലീസ്, ഇതങ്ങ് എഴുതി വെക്കണം. എപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് എഴുതി വെച്ചോളൂ, സൈഡിൽ ആലീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആലീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇനി നിങ്ങൾ നോക്കാം, മെഷീനറി പർച്ചേസ്ഡ് ബൈ ക്യാഷ്. അപ്പൊ ആദ്യം നമ്മുടെ ഡ്യൂട്ടി എന്താ, രണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാം. രണ്ട് അക്കൗണ്ട് ഏതാണെന്നുള്ള എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള രണ്ട് അക്കൗണ്ട് ഏതാ, രണ്ട് അക്കൗണ്ട് നിങ്ങൾ നോക്ക്. രണ്ട് അക്കൗണ്ട് ഏതാ, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്ത്, പർച്ചേസ് ചെയ്ത്. എന്താ നമ്മൾ വാങ്ങിയത്, നമ്മൾ വാങ്ങിയ സാധനം എന്താ, നമ്മൾ വാങ്ങിയത് മെഷീനറിയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു. നമ്മൾ എന്ത് കൊടുത്താ വാങ്ങിയത്, ക്യാഷ് കൊടുത്താ വാങ്ങിയത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെഷീനറി വാങ്ങിച്ചു, എന്ത് കൊടുത്ത് വാങ്ങിച്ചു, നമ്മള് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് വന്നു, മെഷീനറി വന്നു. നമ്മുടെ ബിസിനസിന്റെ അകത്ത് നിന്ന് എന്ത് പോയി, ക്യാഷ് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മെഷീനറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരും. അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ മെഷീനറി വാങ്ങി. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ അകത്ത് മെഷീനറി ഉണ്ടാവും. അപ്പൊ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്ത് കാണണം, മെഷീനറി കാണണം. നമ്മുടെ ബിസിനസ്സിൽ മെഷീനറി ഉണ്ട്, മെഷീനറി വാങ്ങിച്ചതാണ് നമ്മൾ. അപ്പൊ ഇനി എപ്പോഴും നമ്മൾ കാണിക്കുമ്പോൾ എവിടെ നമ്മുടെ ബിസിനസിന്റെ അകത്ത് എന്ത് വേണം, മെഷീനറി വേണം. അപ്പൊ ഒരു അക്കൗണ്ട് മെഷീനറി ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്താണ്, ക്യാഷ് ആണ്. അപ്പൊ ഒരു അക്കൗണ്ട് എന്താണ്, ക്യാഷ് അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് മെഷീനറി, ക്യാഷ്, ആലീസിൽ ഏത് ഗ്രൂപ്പിലാണ് വരാൻ നോക്കാം. മെഷീനറി ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, ആലീസിലുള്ള ഗ്രൂപ്പ്. മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള വാല്യൂ വസ്തു അല്ലേ. നമ്മൾ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, പിന്നെ ഒരു വാല്യൂ ഉള്ള വസ്തു നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് വന്നു. അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് വാല്യൂ ഉള്ള വസ്തു നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് വന്നത് കൊണ്ട് മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. ക്യാഷ് നമ്മൾ പഠിച്ചു, എപ്പോഴും എന്താ വരിക, അസറ്റ് ആണ്. എന്ത് എന്ന് പറഞ്ഞാല് ക്യാഷ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. സെയിം ആണ്, നിൽക്കോളെ. മെഷീനറി പർച്ചേസ്ഡ്, പക്ഷെ ഇവിടെ ഒരു മാറ്റം വന്നു, ഫ്രം. പക്ഷെ ഇവിടെ ബൈ ക്യാഷ് ഞാൻ എഴുതിയ സ്ഥാനത്ത് ഫ്രം ABC കമ്പനി. അപ്പോ ഈ രണ്ട് സാധനവും നിങ്ങൾ നോക്ക്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ മെഷീനറി പർച്ചേസ്ഡ് ബൈ ക്യാഷ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ മെഷീനറി പർച്ചേസ്ഡ് ഫ്രം ABC കമ്പനി. ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ പേര് വന്നു. ഫസ്റ്റത്തെ നമ്മൾ മെഷീനറി പർച്ചേസ്ഡ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞു എഴുതി. രണ്ടാമത് നോക്ക്, മെഷീനറി പർച്ചേസ്ഡ് ഫ്രം ABC കമ്പനി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും നമ്മൾ മെഷീനറി വാങ്ങിയതാണ് അല്ലെ. രണ്ടും നമ്മൾ മെഷീനറി വാങ്ങിയ. ഫസ്റ്റ് നമ്മൾ മെഷീനറി വാങ്ങിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ മെഷീനറി വാങ്ങിയിട്ടുണ്ട്. രണ്ടും നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, മെഷീനറി വന്നിട്ടുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് രണ്ടിലും മെഷീനറി ഉണ്ട്. ഇവിടെ മെഷീനറി ഉണ്ട്, ഇവിടെ മെഷീനറി ഉണ്ട്. കോമൺ ആയിട്ട് രണ്ടിലും എന്തുണ്ട്, മെഷീനറി ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ട്രാൻസാക്ഷനായിട്ട് എന്ത് കാണുന്നില്ല, ക്യാഷ് കൊടുത്തതായിട്ട് കാണുന്നില്ല. ഫ്രം ABC കമ്പനി എന്ന് പറഞ്ഞിട്ട് കാണിച്ച് എന്ത് കൊടുത്തതായിട്ട് കാണുന്നില്ല, ക്യാഷ് കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പർച്ചേസിന് നമ്മൾ എന്ത് പർച്ചേസ് എന്നാ പറയാ, ക്രെഡിറ്റ് പർച്ചേസ് എന്നാണ് പറയാ. കാരണം നമ്മൾ ABC കമ്പനിക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെ പേര് കാണിക്കില്ലായിരുന്നു, ABCയുടെ പേര് കാണിക്കില്ലായിരുന്നു. എന്തെന്ന് പറഞ്ഞ് കാണിക്കും, ബൈ ക്യാഷ് എന്ന് കാണിക്കും. പക്ഷെ ഇവിടെ ഫ്രം ABC
ABC കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നുള്ളൂ, ക്യാഷ് കൊടുത്തതായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പർച്ചേസിനെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ പർച്ചേസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങി അപ്പൊ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്യാഷ് പർച്ചേസ് എന്നും, സാധനം വാങ്ങിച്ച് നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല അതിന് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് എന്നും പറയും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ മെഷീനറി വാങ്ങിച്ചു, ABC നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ABC പൈസ കൊടുത്തോ? ഇല്ല. ABC നമ്മൾ പൈസ കൊടുക്കാനില്ലേ? ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന രണ്ട് അക്കൗണ്ട്, ഈ ഒരു ട്രാൻസാക്ഷനിൽ വന്ന രണ്ട് അക്കൗണ്ട് ഏതാണ്? ഒന്ന് മെഷീനറി അക്കൗണ്ടും മറ്റൊന്ന് ABC കമ്പനി അക്കൗണ്ടും. മെഷീനറി നമുക്കറിയാം ആലീസിന്റെ അകത്തുള്ള അസറ്റ് ആണ്, ആലീസിന്റെ അകത്തുള്ള അസറ്റ് ആണ്. കാരണം മെഷീനറി വാല്യൂ ഉള്ള വസ്തുവാണ്. അപ്പൊ മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ വരിക? അസറ്റ് ആണ് വരിക. അതിൽ നമുക്ക് ഒന്നും ഒരു സംശയമുള്ള കാര്യമല്ല, മെഷീനറി എന്താണ്? അസറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു സംശയം, എവിടെ? ABC. അപ്പൊ അസറ്റ് ആണോ ലാബിലിറ്റി ആണോ ഇൻകം ആണോ ക്യാപിറ്റൽ ആണോ എക്സ്പെൻസ് ആണോ? ABCക്ക് നമ്മൾ പൈസ കൊടുത്തോ? ഇല്ല. നമ്മുടെ ബിസിനസ് ABCക്ക് പൈസ കൊടുക്കാനുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ബാധ്യതയല്ലേ അത്? അതായത് നമ്മൾ ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? ABCക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അതൊരു കടമാണ്. നമ്മൾ അവർക്ക് സാധനം വാങ്ങി, അവർക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തു മെഷീനറി, ABCക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് ABCനെ നമുക്ക് ഒരു ലാബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. അപ്പൊ ആലീസിനകത്തുള്ള എല്ലാണ് ABC കമ്പനി. ഇതിനെ ലാബിലിറ്റി എന്നല്ല പറയാ, വേറൊരു പേര് പറയും, നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ABC എന്താണ്? ഒരു ലാബിലിറ്റി ആണ്. കാരണം നമ്മൾ ABCക്ക് പൈസ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു എക്സാമ്പിള് കുറച്ചും കൂടി നമുക്ക് നോക്കാം. അതായത് ഇതുവരെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം. പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. എന്താ ഞാൻ എഴുതി? പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ നമ്മളെ ഡ്യൂട്ടി എന്താ? രണ്ട് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്, രണ്ട് അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്, എല്ലാവരും എന്ത് ചെയ്യും? ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. എന്തെന്ന് പറഞ്ഞ് എഴുതി വെക്കും? ഗുഡ്സ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ രണ്ട് അക്കൗണ്ട് കാണുമ്പോൾ എല്ലാവരും എഴുതി വെക്കും ഗുഡ്സ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇവിടുത്തെ മീനിങ് എന്താ? പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. നമ്മൾ എന്ത് വാങ്ങി? ഗുഡ്സ് വാങ്ങി. നേരത്തെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ വാങ്ങിയ എന്താ? മെഷീനറി വാങ്ങി നമ്മൾ. അപ്പൊ നമ്മൾ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ച്. അപ്പൊ പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഗുഡ്സ് അക്കൗണ്ട് അല്ലേ വരിക. നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്, അപ്പൊ ഗുഡ്സ് അക്കൗണ്ട്. പർച്ചേസ് മെഷീനറി ബൈ ക്യാഷ്, മെഷീനറി അക്കൗണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. എന്തെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്? നിങ്ങൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എഴുതി വെക്കാൻ പാടില്ല. കാരണം ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാല് എന്താ? ഗുഡ്സ് നമ്മുടെ ബിസിനസിന്റെ അകത്ത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എന്തെന്ന് പറയാ? ഗുഡ്സ് എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട്. ആ ഹാർഡ്വെയർ ഷോപ്പിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഷോപ്പാണെന്ന് വിചാരിക്കാം. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പൊ നമുക്ക് അവിടെ കമ്പ്യൂട്ടറിന്റെ കുറെ പാർട്സുകൾ ഉണ്ട്, മോണിറ്റർ ഉണ്ട്, CPU ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പിലുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് എന്ത്? ഈ ഒരു മോണിറ്റർ ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പിലുള്ള എന്താണ്? ഗുഡ്സ് ആണ്. നമുക്കൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കൊരു ഫർണിച്ചർ ഷോപ്പാണ്. അപ്പൊ അവിടെ ഉള്ള ഫർണിച്ചർ മൊത്തം അവിടുത്തെ എന്താണ്? ഗുഡ്സ് ആണ്. കാരണം നമ്മൾ അവിടെ വിൽക്കുന്നത് എന്താണ്? ആ ഒരു ഫർണിച്ചറാണ്. നമുക്കൊരു ഫാനിന്റെ സ്ഥാപനം, ഫാനിന്റെ ഷോപ്പാണെന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ നമ്മുടെ ഗുഡ്സ് എന്താണ്? ഫാനാണ്. അപ്പൊ നമ്മുടെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഗുഡ്സ് എന്ന് പറയാം. പക്ഷെ ആ ഫാൻ വിൽക്കുന്ന സ്ഥലത്ത് ടേബിൾ ഉണ്ടാവും, ചെയർ ഉണ്ടാവും, AC ഉണ്ടാവും. ഇതൊന്നും അവിടുത്തെ എന്തല്ല? ഗുഡ്സ് അല്ല. ഫാൻ വിൽക്കുന്ന സ്ഥലത്ത് കുറെ എന്തുണ്ടാവും? ടേബിൾ ഇരിക്കുന്ന ചെയർ ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതൊന്നും അവിടുത്തെ എന്തല്ല? ഗുഡ്സ് അല്ല. കാരണം അതൊന്നും വിൽക്കാൻ വെച്ചിട്ടുള്ള അല്ല. അപ്പൊ നമ്മൾ ഫാനിന്റെ ഷോപ്പ് ആണെങ്കിൽ അവിടെ ഫാന് ഗുഡ്സ് ആണ്,
ഫർണിച്ചർ ഷോപ്പ് ആണെങ്കിൽ അവിടെ ഫർണിച്ചർ ഗുഡ്സ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസിന്റെ അകത്ത് വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഗുഡ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയരുത്. നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞാൽ മതി, പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പൊ പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് അല്ല വരിക, എന്താണ് വരിക, പർച്ചേസ്. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്ന് കണ്ടാൽ പർച്ചേസ് അക്കൗണ്ട്, മറ്റൊരു അക്കൗണ്ട് എന്ത് തന്നെ, ക്യാഷ്. ഇനി നമ്മൾ സൈഡിൽ എഴുതി വെച്ചു എന്ത്, ആലീസ്. നമ്മൾ എന്തെന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്, ആലീസ്. അപ്പം പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് വരിക, ആലീസിന്റെ അകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരിക, പർച്ചേസ്. അപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ പോവാണ്. അപ്പം പർച്ചേസിന് നമുക്ക് നമ്മളുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പർച്ചേസിന് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ പോവാണ്, എക്സ്പെൻസ് ആണ്. ക്യാഷിനെ നമ്മൾ എന്തായിട്ട് തന്നെ എടുക്കുക, അസറ്റ് ആയിട്ട്. ക്യാഷിനെ നമ്മൾ അസറ്റ് ആയിട്ട് എടുക്കുക. അടുത്തൊരു എക്സാമ്പിൾ എഴുതാൻ പോകാനാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. പർച്ചേസ് ഗുഡ്സ് ഫ്രം അഖിൽ. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് വാങ്ങി, ക്യാഷ് കൊടുത്ത് വാങ്ങി. ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം അഖിൽ. അപ്പൊ അതിന്റെ അർത്ഥം അഖിലിന്റെ പേര് ഇവിടെ വന്നു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അഖിലിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ അഖിലിന് എന്ത് കൊടുക്കാനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്. അഖിലിന് നമ്മൾ എന്ത് കൊടുക്കാനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പൊ ഇത് എന്ത് പർച്ചേസ് ആണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ഇവിടെ പർച്ചേസ് നമുക്കറിയാം ആലീസിന്റെ അകത്തുള്ള എക്സ്പെൻസ് ആണ്. അപ്പൊ അഖിലിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും വരിക, അഖിലിന്റെ ഗ്രൂപ്പ് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളുടെ അഖിലിന്റെ ഗ്രൂപ്പ് എന്താണ് വരിക, ലാബിലിറ്റി ആയിരിക്കും. എന്തിന്റെ ഗ്രൂപ്പ് വരിക, അഖിലിന്റെ ഗ്രൂപ്പ് എന്തായിട്ട് വരും, ലാബിലിറ്റി ആയിട്ട് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും നോക്കുക. നമ്മുടെ ട്രാൻസാക്ഷൻ എന്താ, സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. എന്താ ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിന്റെ മീനിങ് നോക്കാം. സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, വിൽക്കുക. സാധാരണ നമ്മൾ വിൽക്കുക, നമ്മൾ നേരത്തെ വാങ്ങിയ ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ സോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സാധനം നമ്മൾ വിൽക്കുകയാണ്. എന്തിനാ വിറ്റത്, ക്യാഷിനാണ് നമ്മൾ വിറ്റത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ അകത്തുള്ള രണ്ട് അക്കൗണ്ട് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ വിറ്റതാണ്, വിൽക്കുന്നതിന് നമ്മൾ സോൾഡ് എന്ന് പറയും, നമ്മൾ സെയിൽസ് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ നമ്മൾ സാധനം വിറ്റു, അപ്പൊ ഒരു അക്കൗണ്ട് ആണ് സെയിൽസ്. നമ്മൾ എന്തിനാ വിറ്റത്, ക്യാഷിനാണ് വിറ്റത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് വരികയാണ്. സാധനം വിൽക്കുക എന്ന് പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്തെന്ന് പറഞ്ഞു എഴുതി, നമ്മുടെ ആലീസ് എഴുതി വെച്ചു. ഇനി നമുക്ക് ഗ്രൂപ്പ് നോക്കാം. സെയിൽസ്, സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കാണ്, സെയിൽസ് അക്കൗണ്ട് ആണ് വരിക. സാധനം വിറ്റു. അപ്പൊ നമ്മൾ സാധനം വിറ്റാല്, നമ്മളൊരു ഷോപ്പിൽ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ വന്നു, നമ്മൾ സാധനം വിറ്റു. വിറ്റ് കഴിഞ്ഞാൽ അയാൾ നമുക്ക് എന്ത് തരും, ക്യാഷ് ഇങ്ങോട്ടേക്ക് തരൂലേ, അയാൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് തരൂലേ. അപ്പൊ നമുക്ക് അയാൾക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. ഇങ്ങോട്ടേക്ക് ക്യാഷ് വന്നു, നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് വന്നു, ക്യാഷ് വന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് ക്യാഷ് വരികയാകുമ്പോൾ നമുക്കതിനെ ഇൻകം എന്ന് പറയാം. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻകം അല്ലേ, നമുക്ക് ക്യാഷ് കിട്ടല്ലേ. സെയിൽ നടക്കാതെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് വരൂലേ സാധനം വിറ്റാല്. അപ്പം സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ആണ് ആലീസിനകത്ത്. ക്യാഷ് എപ്പോഴും എന്താണ്, അസറ്റ് ആണ്. ക്യാഷ് എപ്പോഴും എന്താണ്, അസറ്റ് ആണ്. ഇതേപോലെ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് ടു അതുൽ എന്ന് പറഞ്ഞു, സോൾഡ് ഗുഡ്സ് ടു അതുൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോൾഡ് ഗുഡ്സ് ടു അതുൽ. അതുലിന് നമ്മൾ സാധനം വിറ്റു, പക്ഷേ ഇവിടെ ക്യാഷിനെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് സെയിൽസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും.
നമ്മൾ സാധനം വിറ്റു, അപ്പൊ തന്നെ നമുക്ക് ക്യാഷ് കിട്ടിയാൽ അതിന് നമുക്ക് ക്യാഷ് സെയിൽ എന്ന് പറയാം. നമ്മൾ സാധനം വിറ്റിട്ട് വാങ്ങാൻ വന്ന ആൾ പറഞ്ഞു ഇപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. അത് കടത്തിലാണ് നമ്മൾ വിൽക്കുന്നത്. അതിന് നമുക്ക് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയും. നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്, അയാൾ പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല, ക്യാഷ് തന്നിട്ടില്ല. സാധനം വിറ്റു, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല, ക്യാഷ് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ അതിൽ നമുക്ക് സാധനം വിറ്റ വകയിൽ പൈസ നമുക്ക് തരാനുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന 2 അക്കൗണ്ട്, ഒന്ന് എന്തിന്റെ മുകളിൽ പറഞ്ഞ പോലെ സെയിൽസ് അക്കൗണ്ട് ആണ്. പക്ഷെ ഒന്ന് എന്ത് വരൂല, ക്യാഷ് വരൂല. കാരണം നമുക്ക് അയാൾ എന്ത് തന്നിട്ടില്ല, പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്തെന്ന് പറഞ്ഞ് എഴുതി വെക്കണം, അതുൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാക്കുക. കാരണം അതുൽ നമുക്ക് എന്ത് തരാനുണ്ട്, പൈസ തരാനുണ്ട്. അയാൾ നമുക്ക് ചോദിച്ച് വാങ്ങണം. അങ്ങനെ ചോദിച്ച് വാങ്ങണമെങ്കിൽ അയാളുടെ പേര് നമ്മൾ എന്ത് ഉണ്ടാക്കി വെക്കണം, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് അയാളോട് ചോദിച്ച് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേ പൈസ തരാനുണ്ട്, തന്നിട്ടില്ല. അപ്പൊ നമുക്കിവിടെ നോക്കാം, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കറിയാം മോളിൽ പറഞ്ഞ പോലെ ആലീസിലെ ഇൻകം ആണ്. അതുൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് തരാനുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതുലിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടൂലേ. സാധനം നമ്മൾ വിറ്റിട്ടുണ്ട്, അയാൾ നമുക്ക് പൈസ തന്നാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ അയാളടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടാനുള്ളത് കൊണ്ട് അതിന് നമുക്ക് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ മാറിപ്പോയതും പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളായ ഒരു പാർട്ടിയെ നമ്മൾ ലാബിലിറ്റി, കാരണം നമ്മൾ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ വിറ്റപ്പോ അയാൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരാനുണ്ട്. അപ്പൊ അയാൾ എപ്പോഴും എന്താണ്, അതിലെപ്പോഴും എന്തായിരിക്കും വരിക, അസറ്റാണ്. കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടാനാണ്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഭാഗത്ത് ചിന്തിക്കുക, നമുക്ക് അതിൽ പൈസ തരാനുണ്ട്, അതുകൊണ്ട് അതിന് അസറ്റായിട്ട് കാണിക്കുക. ശരിക്കും അസറ്റ് അല്ല വരെ വേറൊരു പേരാ പറയാതെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ അതും അസറ്റാണ്, സെയിൽസ് എന്താണ്, ഇൻകമാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ആലീസ് വെച്ചിട്ട് 2 അക്കൗണ്ട് നോക്കുക, ആലീസ് ഏത് ഗ്രൂപ്പിലാണ് വരിക. അങ്ങനെ ഇത് മാത്രം പോരാ, ഞാൻ പറയുന്നത് മാത്രം പോരാ. നിങ്ങൾ സ്വന്തമായിട്ട് കുറെ എന്തെടുത്ത് ചെയ്ത് നോക്കുക, കുറെ എക്സാമ്പിൾസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പൊ എന്നാൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തിലേക്ക് കടക്കാം, ഗോൾഡൻ റൂൾസിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയും മതി. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു.